ചുറ്റുപാടുകളെ സാഗൂതം നിരീക്ഷിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ വളരെയേറെ ദുഃഖിച്ച ഹെൻറി ദമ്പതികൾ എവിടെ കുഞ്ഞുങ്ങളെ കണ്ടാലും പ്രത്യേകം ശ്രദ്ധിക്കുക പതിവായിരുന്നു. അക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര മുലപ്പാലും പോഷകാഹാരങ്ങളും ലഭിക്കുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിനെന്താണ് ഒരു പരിഹാരമെന്നവർ ചിന്തിച്ചു. ഒരു ഫാർമസിസ്റ്റ് കൂടിയായ ഹെൻറി അതിന് പരിഹാരമായി ഒരു ബേബി ഫുഡ് നിർമ്മിച്ചു. തൻ്റെ കുടുംബ വീടിൻ്റെ ചിഹ്നമായ കിളിക്കൂടായിരുന്നു ലോഗോ. കാലം കടന്നുപോയി, ലോഗോയ്ക്കും മാറ്റമുണ്ടായി. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബേബി ഫുഡിന് പല മാറ്റങ്ങളുണ്ടായി. നിരന്തര നിരീക്ഷണങ്ങളിലൂടെ തൻ്റെ ബേബി ഫുഡ് ലോകോത്തരമാക്കി തീർത്തു. ലോകമെങ്ങും അനേകം കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം നൽകുന്നതിന് അത് മുഖാന്തരമായി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ഹെൻറി നെസ്ലെ. നെസ്ലെ കമ്പനിയുടെ സ്ഥാപകനും ഉടമയുമായ അദ്ദേഹം തയ്യാർ ചെയ്ത ബേബി ഫുഡാണ് സെർലാക്ക്. കുഞ്ഞുങ്ങളില്ലാത്തതിനാൽ ദുഃഖിതരായി കഴിയുന്ന ധാരാളം ദമ്പതികളുണ്ടല്ലോ. ചിലർ 1-2 കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് ആ പ്രശ്നം പരിഹരിക്കും. എന്നാൽ ഹെൻറി നെസ്ലെ പോഷകാഹാരം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോഷകാഹാരം നിർമ്മിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഓരോരുത്തരും തങ്ങളുടെ തന്നെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ജീവിതക്രമം രൂപീകരിക്കപ്പെടുക. ചുറ്റുപാടുകളെ സാഗൂതം നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ സമൂഹത്തിന് അനുഗ്രഹകരമായ ജീവിതം നയിക്കാനാവൂ. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട മഹത്തായ ഗുണമാണ് നിരീക്ഷണം. കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും അലസമായി ജീവിക്കുന്നവർക്ക് സമൂഹത്തിനു വേണ്ടി യാതൊരു നന്മയും പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ജീവിതം ആസ്വദിക്കുവാൻ പലർക്കും ഇഷ്ടമാണ്. ഭൗതിക സുഖങ്ങളിൽ രസിച്ചും ഉത്തരവാദിത്വങ്ങളെ വിസ്മരിച്ചും കൃത്യനിർവഹണത്തിൽ അലസരായും ജീവിക്കുമ്പോഴാണ് ജീവിതം ശരിയായി ആസ്വദിക്കുവാൻ കഴിയുന്നത് എന്നാണ് അക്കൂട്ടർ ധരിച്ചിരിക്കുന്നത്. ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അവധിയെടുത്ത് വീട്ടിലിരിക്കാമായിരുന്നു എന്ന് ഏതോ സിനിമയിലോ മറ്റോ പറഞ്ഞു കേട്ടത് ഓർക്കുന്നു. പലർക്കും ഇങ്ങനെ ജീവിക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ഇതെൻ്റെ ആവശ്യമെന്ന ചിന്തയോടെ ഓരോരുത്തരും അവരവരാൽ കഴിയുന്ന കാര്യങ്ങൾ തങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നിറവേറ്റുവാൻ തയ്യാറായാൽ സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ആനന്ദകരമായി തീരും. നാം കഷ്ടമോ നഷ്ടമോ സഹിക്കേണ്ടി വന്നാലും നാം മുഖാന്തരം മറ്റുള്ളവർ നന്മ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം അവാച്യമാണ്.